ദിലീപിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പം മോഹൻലാലിന്റെ ജാതകം അമ്മ കഴിഞ്ഞിട്ട് വേറെ ഒരു ഫിലിമിലും ഒന്നുമില്ല. അമ്മയെ ശുശ്രൂഷിച്ചു. അങ്ങനെ അടുത്ത റൂമെടുത്ത് അമ്മയെ ശുശ്രൂഷിച്ചു. അത്രയും മാതൃസ്നേഹിയാണ്. അമ്മ ഈ ആത്മാക്കളുടെ സാന്നിധ്യം അറിയുന്ന നക്ഷത്രക്കാർ, അങ്ങനെ ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് ആത്മാക്കളുടെ സാന്നിധ്യം അറിയാൻ കഴിയും? അപ്പോൾ പൂയം പേടിക്കുന്ന നക്ഷത്രമാണല്ലോ. അപ്പം ഞാൻ പറയുക പേടിക്കേണ്ട വെള്ളിയാഴ്ച പൂയാണ്. അതുപോലെ അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ജനിച്ചാൽ ഒരു അടിച്ചുപൊടിയൊക്കെ നടത്തോടെ പിന്നെ അങ്ങോട്ട് കരക്കേറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മരണത്തിന് മണം. അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ തന്നെ ഇപ്പോൾ ദിലീപിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പം മോഹൻലാലിന്റെ ജാതകത്തെ പറ്റി ഒരുപാട് ആളുകൾ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓറയ്ക്ക് പ്രത്യേക കാരണമാകാൻ അദ്ദേഹത്തിൻ്റെ നാളും അദ്ദേഹത്തിൻ്റെ ജനനസമയവും ഒക്കെ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇത്രയും ഓറയുള്ളൊരു മനുഷ്യനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അദ്ദേഹം മാതൃഭക്തനാണ്. എനിക്ക് നല്ല അറിവുണ്ട്. കാരണം അമൃതയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാനവിടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിരുന്നു ആ സമയത്ത്. അമ്മ കഴിഞ്ഞിട്ട് വേറെ ഒരു ഫിലിമിലും ഒന്നുമില്ല. അമ്മയെ ശുശ്രൂഷിക്കും. അങ്ങനെ അടുത്ത റൂമെടുത്ത് അമ്മയെ ശുശ്രൂഷിച്ചു. അത്രയും മാതൃസ്നേഹിയാണ്. നമ്മൾ സാധാരണ വയസ്സായ ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മുടെ മക്കളാക്കുമെന്നറിയില്ല, അഖിലായിരിക്കും വെറുതെ സാന്നിധ്യം കൊണ്ട് തള്ളും അല്ലേ? എത്ര പൈസ ഉണ്ടെങ്കിലും നോക്കാൻ ആളെ നിർത്തും, അല്ലെങ്കിൽ ഹോം നേഴ്സ് നിർത്തും. പക്ഷേ ഇതൊക്കെ ഹോം നേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ ഇദ്ദേഹം വളരെ കെയർഫുൾ. ഓരോ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഒക്കെ റിലേറ്റീവൊക്കെ ആയിരുന്നപ്പോഴും അടുത്ത് പോയതിന് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചന്ദ്രദശ കാലത്താണ് അമ്മയ്ക്ക് ഇങ്ങനെ വന്നത്. കാരണം രേവതി നക്ഷത്രം ബുധദശയിലെ ജനനം. അപ്പോൾ രേവതി നക്ഷത്രത്തിൽ ചന്ദ്രദശ സമയത്താണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഭക്തിയുടെ അങ്ങനെ നല്ല ഭക്തി, മാതൃഭക്തിയുടെ ഏറ്റവും മാതാ പിതാ ഗുരു ദൈവം ഏറ്റവും വലിയ ഭക്തിയാണ് മാതൃഭക്തി. മാതൃഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ലെവലിലേക്ക് പോകും. തീർച്ചയായിട്ടും പോകും. നമ്മൾ ആത്മാർത്ഥമായി മാതാവിനെ സ്നേഹിക്കണം, ബഹുമാനിച്ചിട്ട് സ്നേഹിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും മാതാവിനോട് ഒരു റെസ്പെക്റ്റ് ഉള്ളവർക്ക് ഒരിക്കലും ദോഷം വരില്ല. അതെന്തുകൊണ്ടാണ്? അത് മാതാവല്ലേ നമ്മൾ ആദ്യം കാണുന്നത്. നമ്മൾ ആരെ ആദ്യം കാണുന്നത്? അമ്മയാണ്. അമ്മ, മാതാ പിതാ ഗുരു ദൈവം. അമ്മ പറഞ്ഞു ഇതാണ് അച്ഛന്ന്. പിന്നെ ഗുരു, അത് പിന്നെ ശേഷം ഗുരു വരുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ വരുന്ന ഗുരുവല്ല. മഹാ ഗുരുക്കന്മാരുണ്ടല്ലോ, അതായത് ഭോഗർ സ്വാമി, അങ്ങനെ സിദ്ധന്മാർ, അങ്ങനത്തെ ഗുരുക്കന്മാരുണ്ടല്ലോ. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ ഗുരുക്കന്മാർ. പിന്നെ ഗുരുക്കന്മാർ ഒരുപാട് നമുക്കുണ്ട്. അക്ഷരം പഠിപ്പിച്ച് തരുന്ന ആൾ, അച്ഛനുണ്ട്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഈ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ സ്മരിക്കണം എപ്പോഴും. അമ്മയാണ് ഏറ്റവും വലിയ ഗുരു. അമ്മയല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മയല്ലേ പാല് തരുന്നത്. എല്ലാം അമ്മയല്ലേ. അമ്മയോളം ഒന്നുമില്ല വേറെ. അമ്മ കൂടെ ഉണ്ടാവുക വെച്ചാൽ ഭാഗ്യമാണ്. ഈ അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ പല ആളുകളും ഇപ്പോൾ ദേവി ഭക്തന്മാർ, അപ്പോൾ അവർക്കൊക്കെ പ്രത്യേക ഒരു തേജസ് വരുന്നത്, അല്ലെങ്കിൽ അവർ അമ്മ കടാക്ഷിക്കുമെന്ന് പറയുന്നത് ആ ഒരു മാതൃസ്നേഹം ഉണ്ടായതുകൊണ്ടാണോ കൂടുതലും അങ്ങനെയുള്ള ആളുകളൊക്കെ ദേവി ഭക്തന്മാരായി മാറുന്നത്? ആ അമ്മ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാണ്. ഭദ്രകാളി ദേവി, മൂകാംബിക ദേവി, അത് ദൈവിക ചെയ്ത പാർവതി ദേവിയുടെയാണ്. അപ്പോൾ പാർവതി ദേവിയുടെ ഭക്തന്മാരാണ് അത് അമ്മ പറയുന്നത്. ഇപ്പം മൂകാംബിക ഭക്തനല്ലേ യേശുദാസ്. എന്താണ് ഈ മൂകാംബിയെ പോയി പാടും അദ്ദേഹം അല്ലേ? നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പോകാൻ പറ്റില്ല എപ്പോഴും. മൂകാംബിക ഭക്തിയുടെ എൻ്റെ കവടിയൊക്കെ മൂകാംബിനെ പൂജിച്ചെടുത്തതാണ്. അത്രയും പവർഫുള്ളാണ് മൂകാംബിക ദേവി. പിന്നെ നമുക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങൾ, കൊടുങ്ങല്ലൂർ അമ്മ, ചോറ്റാനിക്കര അമ്മ, ഇപ്പോൾ ഇവിടെ ഒരു ദേശത്തിലമ്മയുണ്ട്, പള്ളിപ്പാട്ട് അമ്മ, നല്ല പവർഫുൾ അമ്മയാണത്, പള്ളിപ്പാട്ട് ദേവി. അങ്ങനെ ദേവീ ഭാവത്തിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുക. ദേവീ ഭാവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ പൊറുക്കും, ക്ഷമിക്കും, രക്ഷിക്കും. നരസിംഹ അതല്ല, പെട്ടെന്ന് രക്ഷിക്കില്ല. പക്ഷേ ദേവീഭാവത്തിൽ അമ്മഭാവം, നമ്മൾ അമ്മ എന്നല്ലേ വിളിക്കുന്നത്. അമ്മഭാവം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക മാതൃഭാവം. അപ്പോൾ ആ അമ്മ ഒരിക്കലും ആ അമ്മയുടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓറകൾ വരും. ഇപ്പം ഭദ്രകാളിയുടെ ഉപാസനയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇടത്തിലും പെട്ടെന്ന് ഉപാസന കിട്ടും. ഹനുമാൻ്റെ ഒന്നും പെട്ടെന്ന് കിട്ടില്ല. ശിവോഹം കണ്ടില്ലേ, ഒരുപാട് കാലം പിടിക്കണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലഭിക്കും. അതാണ് അമ്മ ഭക്തന്മാരെന്ന് പറയുന്നത്. അമ്മ ഭക്തന്മാരിൽ പ്രത്യേക തേജസ്, എല്ലാ ഭക്തന്മാരും തേജസ് ഉണ്ടാവും. മഹാദേവൻ്റെ ഭക്തരിൽ തേജസ്, എല്ലാ ദേവൻ ഭക്തന്മാർക്കും ഓറകൾ കൂടും. ഓറ നമ്മുടെ ശരീരത്തിലൊരു തലയ്ക്ക് ചുറ്റും നമ്മൾ ഭഗവാനൊക്കെ കണ്ടില്ലേ എന്നമാതിരി. അത് എല്ലാവർക്കൊന്നും കിട്ടില്ല പെട്ടെന്ന്. ഓറ കിട്ടണമെങ്കിൽ മനസ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഒരു കുശുമ്പ വീണ്ടൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മനസ്സുള്ളവർ കുറവല്ലേ, ബുദ്ധിമുട്ടല്ലേ ഈ കാലഘട്ടങ്ങളിൽ.
സത്യയുഗത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അമ്മ, ഈ ആത്മാക്കളുടെ സാന്നിധ്യം അറിയുന്ന നക്ഷത്രക്കാർ, അങ്ങനെ ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് ആത്മാക്കളുടെ സാന്നിധ്യം അറിയാൻ കഴിയുമോ? പൊതുവേ പറയാറുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക്, മഹാദേവ നക്ഷത്രമാണല്ലോ, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. തിരുവാതിര നക്ഷത്രം നെഗറ്റീവ് എനർജിയുടെ അടുത്ത് കയറി ചെന്നാൽ അവർ കയറില്ല അങ്ങടിക്ക്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പ്രായമാകുമ്പോൾ വ്യത്യാസങ്ങൾ വരുമല്ലോ. പിന്നെ അതേപോലെ തന്നെയാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർ പ്രത്യേക ഒരു ദൈവാധീനമുണ്ട്. പൂയം നക്ഷത്രക്കാർ വന്നു കഴിഞ്ഞാൽ, പൂയം നക്ഷത്രക്കാർ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അടിച്ചുകളി നടത്തും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കാരണം അവിടെയുള്ള നെഗറ്റീവൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കും. അവർ ജനിക്കുമ്പോൾ തന്നെ ആവും, ഓട്ടോമാറ്റിക് ആവും. എനിക്കറിയാം, എൻ്റെ മകൻ്റെ കുട്ടി പൂയം നക്ഷത്രമാണ്. അപ്പോൾ പൂയം പേടിക്കുന്ന നക്ഷത്രമാണല്ലോ. അപ്പം ഞാൻ പറയുക പേടിക്കേണ്ട, വെള്ളിയാഴ്ച പൂയാണ്, വെള്ളിയാഴ്ചയായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പൂയം എന്തുകൊണ്ടാണ് പേടിക്കണമെന്ന്? പൂയം എന്ന് പറഞ്ഞാൽ കാലേ, ഈ ചില നക്ഷത്രക്കാർ കാലയൊക്കെ ഉണ്ടല്ലോ, കാല ആരെയൊക്കെ ഉണ്ടെന്ന് പറയില്ലോ, നക്ഷത്രദോഷങ്ങൾ, നക്ഷത്രങ്ങൾ അതൊക്കെ ഈ പൂയൊക്കെ. അപ്പോൾ പൂയ നക്ഷത്രമാണെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നല്ല ദിവസം കുഴപ്പമില്ല, അപ്പോൾ പ്രസവിക്കാണ്ട് പറ്റില്ലല്ലോ, സമയമായ പോകണ്ടേ. അപ്പം അങ്ങനെ പോയി പൂയ നക്ഷത്രം. അവൻ ജനിച്ചു എന്ന് കോൾ വന്നു, ഞാനവിടെ ഇരുന്ന് പോയി, പെട്ടെന്ന് വയ്യാണ്ടായിപ്പോയി. സന്തോഷം കൊണ്ടായോ സങ്കടം കൊണ്ടുമല്ല, ശരീരത്തിന് മൊത്തം പ്രശ്നമായി എനിക്ക്. അപ്പം ഞാനാണെങ്കിൽ ഓടി കടന്നു നിന്നൊരാളാണ്. അവിടെ ആലുവായിലും പാവക്കുളത്തൊക്കെ പോയിരുന്ന ആളാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഇവൻ ഡിസംബർ 29 ജനിച്ചു. ജനുവരി 1 ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. ജനുവരി 1 ഞാൻ പോകാറില്ല എവിടെയും, പോണ്ടി വന്നു ഹോസ്പിറ്റലിൽ. ഒരു രക്ഷയില്ല, മാറിയില്ല. അങ്ങനെ പലയിടത്തും പോയി. അവസാനം ഇവൻ്റെ 28-നൊക്കെ എനിക്ക് എനിക്കില്ലായിരുന്നില്ല, അസുഖമല്ല, ശ്വാസം മുട്ടകൾ വരാൻ തുടങ്ങി. ഭയങ്കര ശ്വാസം മുട്ടി, ശ്വാസം വിടാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. പിന്നെ അവസാനം അമൃതയിൽ പോയി അഡ്മിറ്റായി. അപ്പോൾ നമ്മുടെ രാജഗിരി ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയാണ്, എന്ത് പോട്ടെ. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുകയാണ്. ഒന്നും വയ്യാത്ത മാതിരി ഇരിക്കുമ്പോഴാണ് പ്രദീപ് സാർ എന്നെ വിളിച്ചത് ABC അഭിനയിക്കാൻ, ഇങ്ങനെ ഷൂട്ടിങ്ങിന്. അപ്പം ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയിട്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയാനും പാടില്ല. നമ്മൾ NSSലൊക്കെ ഉണ്ടായിരുന്നു, ഇത് പ്രസംഗിച്ചൊക്കെ ഉണ്ട്, പ്രസംഗിക്കൊക്കെ അറിയാം, പക്ഷേ ഇങ്ങനെ ഷൂട്ടിങ്ങൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വിളിച്ചത്. പിന്നെ പലയിടത്തുമായി ബാക്ക്, പിന്നെ ജനം, ബ്രഹ്മാന്യൂസ്, അങ്ങനെ പലയിടത്തുമായി. അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ 2020 നമ്മുടെ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ മോനോട് നമുക്ക് വീഡിയോ യൂട്യൂബൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് സ്വന്തം യൂട്യൂബ് എടുത്തു. അപ്പോൾ അതിനൊരു വഴിത്തിരി പോന്നു. ജീവിതം മൊത്തം മാറി. അവിടെ മൊത്തം മാറി. എനിക്ക് പുറത്ത് പോകണ്ട, ഞാൻ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവൻ്റെ കൂടെ അവരുടെ ഓരോ വളർച്ചയിലും ഞാനിവിടെ, എൻ്റെ മക്കളെപ്പോലും ഓരോ വളർച്ചയിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ജോലിയിലാരും പോകുമല്ലോ, അവരൊന്നും ഓരോ നടക്കണൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരോ സംസാരിക്കും, ഓരോ കാലത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ ജോലിക്ക് ഓടാനും, നമ്മൾ വൈകുന്നേരം വരുമ്പോൾ കാണുന്ന ഈ പിള്ളേരെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാ സ്റ്റെപ്പും എനിക്ക് കാണാൻ പറ്റി. അപ്പം അതാണ് ആ നക്ഷത്രത്തിന് ദൈവികത ഉണ്ടാകണം. അതുകൊണ്ടല്ലേ അത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണല്ലോ അങ്ങനെ മാറ്റിപ്പറ്റിയത്. അതുപോലെ അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ജനിച്ചാൽ ഒരു അടിച്ചുപൊളിയൊക്കെ നടത്തുവോടെ. പിന്നെ അങ്ങോട്ട് കരക്കേറിപ്പോരും. പൂരം ശുക്രദശയിലാണ് ജനിക്കുന്നത്. അടുത്ത നക്ഷത്രമാണ് ചിത്തിര. എൻ്റെ മകൻ ചിത്തിരയാണ്. ഇതേപോലെ തന്നെയായിരുന്നു ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം ഒരു അഴിച്ചുപണിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ഒറ്റ പിക്കപ്പാണ്. കാരണം ചൊവ്വാഴ്ചയിലെ ജന്മ. അത് കഴിഞ്ഞ് പിന്നെ രാഹു ആണെങ്കിലും വലിയ കുഴപ്പമില്ല. എനിക്കൊന്നു ചിത്തിര നക്ഷത്രം നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ചിത്തിര പിറന്നാൽ അപ്പിടിമുടിയോ അങ്ങനെ എന്തോ, അത്ര തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു. അത് സത്യമാണ്. അവൻ ജനിച്ച എയർഫോഴ്സ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് അറിവിടാം. അതായത് ആവശ്യമൊക്കെ പൊളിച്ചിട്ടുണ്ടാവും. കോട്ടേഴ്സ്, അവൻ ജനിച്ച കോട്ടേഴ്സും പൊളിച്ചു കളഞ്ഞു. പിന്നെ വേറെ പുതിയ കോട്ടേഴ്സ് ഉണ്ടായി. പക്ഷെ താഴേക്ക് പോകില്ല, നമ്മൾ ഉയർത്തേക്കേ പോവുള്ളൂ. നമ്മൾ ഈ സ്റ്റെപ്പായിട്ട് ഉയരത്തിലേക്കേ പോവുള്ളൂ, ഒരു നിലയിലേക്ക്. അടിമാറിയിട്ട് പുതിയത് ഉണ്ടാവും. നമ്മൾ താഴേക്ക് താന്നു പോകില്ല, ഉയർന്നേ പോവുള്ളൂ. ചിത്തിര നക്ഷത്രം അവർക്കും പ്രത്യേകിച്ച്. ഇവൻ കുട്ടിക്കാലായിരുന്നപ്പോൾ, ഇവൻ്റെ എനിക്ക് അറിയാറായിട്ടില്ല, 2 വയസ്സിലായിട്ടുള്ളൂ. ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇന്ന് പോയ കാര്യം നടക്കുമോ എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ചിത്തിര നക്ഷത്രക്കാരൻ തിരുവാതിരൻ്റെ വീട്ടിലില്ല, ചിത്തിര നക്ഷത്രം പറയും. ഇപ്പം നമ്മളെവിടെയും പോവാണ്, എടാ മോനെ നടക്കോടെന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് വിരലോടും. ഈ കുട്ടിക്ക് അത്ര ആയിട്ടില്ലല്ലോ, ചൂടാവണത്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ദൈവികമായ ലെവലിലാണ് വളർന്നത്. ഞാൻ നാമഞ്ജലിയൊക്കെ ചെയ്യും ചെറുപ്പത്തിൽ. അപ്പോൾ ഇവനിത് കാണുന്നുണ്ടല്ലോ, ഏതമ്പലത്തിൽ പോയി നമസ്കരിക്കും. അത് ഈ കുട്ടിയും നമസ്കരിക്കും, ഈ പൂയ നക്ഷത്രക്കാരൻ നമസ്കരിക്കും. അവിടെ ചെന്നാൽ ഏതമ്പലം വെളിച്ചം കണ്ടെടുത്ത് തൊഴും, പള്ളിയായാലും അമ്പലമായാലും തൊഴും. അത് ഇവനും തൊഴുമായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ അറിവുണ്ടായിരിക്കും, ദൈവം തോന്നിക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ. അടുത്ത നക്ഷത്രം അനിഴം. അനിഴ നക്ഷത്രം വീട്ടിൽ അറിഞ്ഞൂടാ എനിക്ക്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ ആങ്ങളെ, അതിന് അറിയാൻ പാടില്ലാത്ത കാരണം. അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്.
വൃശ്ചികരാശിയല്ലേ, അവർക്കും പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയല്ല, തെറ്റാണ് എന്നൊക്കെ പറയാനുള്ള കഴിവുണ്ട്. അടുത്ത നക്ഷത്രമാണ് തിരുവോണം. തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. പക്ഷെ മകൻ നക്ഷത്രത്തിന് കഴിവുണ്ട്. ഇങ്ങനെ ആളെ കണ്ട് തിരിച്ചാൽ, എൻ്റെ മകൻ മകമാണ്, അവനറിയാം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ലോ ചീത്തുന്നു പെട്ട വാക്കി പറയും. അതൊക്കെ ഒരു പ്രത്യേക. അപ്പോൾ ഈ നക്ഷത്രത്തിൽ കൂടാതെ മകത്തിനും കൂടി ഉണ്ട് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ സാധാരണ പറയുന്നതാണ് തിരുവാതിര, പൂയം, പൂരം, ചിത്തിര, അനിഴം, തിരുവോണം 6 നക്ഷത്രം. പക്ഷെ ഈ മകൻ നക്ഷത്രത്തിന് അതിന് പ്രത്യേക കഴിവുണ്ട്. എൻ്റെ അനുഭവത്തിൽ കൂടെ പറയാണ്. ഇത് ആത്മാക്കളെ മാത്രമാണോ അതോ ആത്മാക്കളെയല്ല, പ്രിഡിക്ഷൻ, അതായത് എന്തെങ്കിലും വരാനുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരു ഇൻഡ്യൂഷൻ ഉണ്ട്, 6th സെൻസ് പോലെ. ഇവരൊക്കെ അസ്ട്രോളജി പഠിച്ച് നല്ല നിലയിലെത്തും. അത്രയും പവർഫുൾ ഉണ്ട്, ഒരു പ്രത്യേക കഴിവുണ്ട്, 6th സെൻസ് എന്ന് പറയും അതിന്. അതുകൊണ്ട് അവർക്ക് ഇവരൊക്കെ ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം ഈ കുട്ടിയാണെങ്കിലും അവന് നമ്മളൊക്കെ ഇഷ്ടമുള്ള ആളെ ഇവന് ഇഷ്ടമുണ്ടാവില്ല. ഈ ചിത്രയ്ക്കും അതെ, ഈ പൂയത്തിനും അതെ. ഇവരുടെ എൻ്റെ അനുഭവമുള്ളത് എനിക്കറിയുള്ളൂ. അവർക്ക് 2 പേർക്കും, ഈ 2 പേരെ എൻ്റെ അറിവുള്ളത് വീട്ടിലുള്ളത്, അവർക്ക് 2 പേർക്കും ഒരു കാര്യം, ഒരാളെ നമുക്ക് എന്തോരം ഇഷ്ടപ്പെടുത്താനും സമ്മതിക്കും, പോണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ പ്രത്യേക ഒരു കഴിവാണതൊക്കെ. അത് ഇൻഡ്യൂഷനാണത്, 6th സെൻസാണത്. പിന്നെ ഉണ്ടാക്കുക 6th സെൻസ് നമ്മൾ ഈ ജ്യോതിഷന്മാർക്ക് അവർ ഉപാസനയോടും പ്രാർത്ഥനയോടും ഒക്കെ അവർക്ക് ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റും. വന്നു കയറുമ്പോൾ പിന്നെ ദൈവം തോന്നിക്കും, നമ്മുടെ ഉപാസനാമൂർത്തി. നമുക്ക് പറ്റാത്ത ഒരാളെ വരുന്നെങ്കിൽ നമുക്ക് കോട്ടുവായി ഇടും. അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ കോട്ടുവായി ഉറക്കം നൂലൊക്കെ വരും. നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഇരിക്കുന്നതായിരിക്കും. ഇവരെ കാണുമ്പോൾ തുടങ്ങുന്നത് ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ തുടങ്ങും എനിക്ക് കോട്ടുവായിട്ട്. എനിക്കൊരു പ്രശ്നമില്ല, ഞാനവിടെ മര്യാദയ്ക്ക് ഇരുന്നതാണ്. ഇവർ പോണവരെ പ്രശ്നമാണ്. അവസാനം ഞാനൊരു കൂട്ടരോട് പറഞ്ഞു കൊടുങ്ങല്ലൂർ പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു. നോക്കാൻ പറ്റത്തില്ല, കൊടുങ്ങല്ലൂരൊക്കെ പോയി വന്നപ്പോഴേക്കും ഓക്കെ ആയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഉപാസനയെ നമുക്കറിയാൻ പറ്റും. ഈ ഇവരെ സംബന്ധിച്ച് ഇവര് ഇപ്പോൾ മറ്റുള്ള എൻറ്റിറ്റീസിനെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആളുകൾക്ക് ചരിത്രത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കണം. അത് അവരുടെ കൂടെ ആരുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാൻ കഴിയുന്നു ചില ഇടങ്ങളിൽ. അത് എന്തുകൊണ്ടാണ് അവർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നത്? ഈ അവരുടെ ഉപാസനയുടെ പറ്റും. ഉപാസന ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കയറില്ല നമ്മൾ. ഇപ്പം നമുക്കൊരു ജന്മന അവർക്ക് കിട്ടുന്നൊരു കഴിവാണ്. അത് ഈ 7 പേർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ നിരന്തരമായി ചെറുപ്പം മുതൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നില്ല. അത് ദൈവം തന്നെ തട്ടിക്കളയും. അതൊന്നും എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ആരും വെള്ളം അങ്ങനെ തന്നിട്ടില്ല. ഞാനങ്ങനെ പൊതുവെ വീടുകളിൽ പോകാറില്ല, പോയാൽ തന്നെ അങ്ങനെ കഴിക്കാറില്ല. അതൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ എല്ലാവരും മാംസം കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ പിടിക്കില്ല അവരുടെ കാര്യം പറഞ്ഞു. ഗ്ലാസ്സൊക്കെ പിടിക്കുമ്പോഴേ ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുള്ളൂ. അതിപ്പോൾ ഓരോരുത്തർ സ്വഭാവമല്ലേ, പറയാൻ പറ്റില്ല. അതൊന്നും ഇൻഡ്യൂഷനല്ല. പക്ഷെ നമ്മൾ ചില വീട്ടിൽ കയറി അതുപോലെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, നല്ല പൂജയൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ഞാൻ പ്രതികരിക്കും, പറയും. ഞാനപ്പോൾ അത് എന്നെ വീട്ടിൽ ചീത്ത പറയില്ലായിരുന്നു, പറയരുതെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ പൂജാരിയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴല്ലോ നമുക്ക് പിടിക്കില്ല. കാരണം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഭഗവാനും ശരിക്കും കുളിപ്പിക്കില്ല, വെറുതെ വെള്ളം കോരി ഒഴിക്കും. ഭഗവാനിൽ നമ്മൾ ഈ ഇതിനൊക്കെ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ തേച്ച് കഴുകണമല്ലോ ശരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ കറക്റ്റായ പൂജയിൽ നമ്മൾ കയറാൻ തോന്നില്ല. അങ്ങടേക്ക് നമ്മളെ ഒരു അടി കൊണ്ട് വയ്ക്കില്ല. അതിപ്പോൾ ഉപാസന ഉള്ളവർക്കും പ്രാർത്ഥന ഉള്ളവർക്കൊക്കെ പറ്റും, അങ്ങനെ ശരിയാവും. അത്ര ഒരു നെഗറ്റീവ് എനർജി ചില വീടുകളിൽ ചെന്ന് നമുക്ക് ഇരിക്കാനും നിൽക്കാനും കയറാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് എനർജി ആയിരിക്കും മൊത്തം ചില സ്ഥലത്തൊക്കെ. അപ്പോൾ നമ്മൾ വാസ്തുവിൻ്റെ കാര്യത്തൊക്കെ ആദ്യമൊക്കെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം. ഇത് ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ താമ്പൂല പ്രസവത്തിന് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മരണത്തിൻ്റെ മണം. അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു